സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഒരു വീഡിയോ കാണിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. ഈ മാസം 30 വരെയാണ് നിയന്ത്രണം. വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB അറിയിച്ചിരിക്കുകയാണ്. അതായത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. ഇത്രയും മഴയൊക്കെ പെയ്ത് ഡാമുകളെല്ലാം നിറഞ്ഞ് കൈത്തോടുകൾ അടക്കം മാറും എല്ലായിടവും നിറഞ്ഞൊക്കെ കിടക്കുന്ന സമയത്ത് ലോഡ് ഷെഡിങ്ങുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ പൂക്കി സർക്കാരും സർക്കാരിൻ്റെ ആളുകളും. അതായത് സതീശൻ ജിയും സതീശൻ ആദികളും എല്ലാം കൂടി വന്നിരിക്കുകയാണ്. പിണറായി വിജയൻ ഇവിടെ ഭരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 10 വർഷം നമ്മൾ ആരും കേട്ടിട്ടില്ലാത്തൊരു സാധനമുണ്ടായിരുന്നു. എന്താണ്? പവർ കട്ട്. നമുക്കറിയാം, UDFന്റെ ഇരുണ്ട കാലം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സമയങ്ങൾ നമുക്കറിയാം. 2016 മുൻപുള്ള ആ ഒരു 5 വർഷങ്ങൾ. ആ 5 വർഷങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വൈകുന്നേരം ആകുമ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കറണ്ട് പോകും അല്ലേ? ഇന്ന സമയത്ത് കറണ്ട് പോകുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെയും എല്ലാവരും വീടുകളിലെല്ലാം മെഴുകുതിരിയും വിളക്കത്തിരി എല്ലാ സാധനങ്ങളും കരുതി വെച്ചിരിക്കും. മെഴുകുതിരി, നമ്മുടെ മണ്ണെണ്ണ വിളക്കെല്ലാം കരുതി വെച്ചിരിക്കും. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈനിന്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ അപ്പോൾ എല്ലായിടത്തെയും കറണ്ട് പോകും. ഇതായിരുന്നു UDFന്റെ 2016 മുൻപുള്ള സമയങ്ങളിലെ ഒരവസ്ഥ. എന്നാൽ അതിനുശേഷം 2016 മുതൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയുണ്ടായപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? അതായത് പിണറായി വിജയൻ അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? പവർ കട്ട് എന്ന് പറയുന്നൊരു സാധനം നാമാവിശേഷമായി. അല്ലെങ്കിൽ അങ്ങനൊരു സാധനം പോലും നമ്മൾ ആരും ഓർക്കാത്ത, അതായത് നമുക്ക് ആർക്കും അങ്ങനെ ഒരു സാധനത്തിനെ പറ്റി ഒരു രീതിയിൽ നമ്മൾ അവെയർ അല്ല. കാരണം സാധാരണമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം സർവ്വസാധാരണമായി മാറി. പവർ കട്ട് എന്നൊരു സാധനം ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ 10 വർഷം പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന് തന്നെ മുദ്രാവാക്യം LDF മുന്നോട്ട് വെക്കുന്നത് പോലെ തന്നെ നമുക്ക് കേരളത്തിലുള്ള ഓരോ ജനങ്ങൾക്കും അഭിമാനത്തോടു കൂടിയും അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയും പറയാൻ സാധിക്കുമായിരുന്നു നമ്മുടെ ആരുടെയും വീടുകളിലൊന്നും കറണ്ട് പോകുന്നില്ല എന്നുള്ളത്. എന്നാൽ ഇന്നിപ്പോ ആ ഇരുണ്ട കാലം, ആ 2016 മുൻപുണ്ടായിരുന്ന ഇരുണ്ട കാലം വീണ്ടും തിരികെ കേരളത്തിലേക്ക് വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ കുറെ അടിമ കൊങ്ങികളും അടിമ സംഖ്യകളും ഒക്കെ എതിർത്തേക്കാം. കാരണം കൊങ്ങികളുടെ മൂത്ത സഹോദരന്മാരാണല്ലോ സംഖ്യകൾ. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ സകൊങ്ങികൾ എതിർത്തേക്കാം. ബാക്കിയുള്ള തലയിൽ തലച്ചോറുള്ള ആൾതാമസമുള്ള ആളുകളൊന്നും ഇതിനെ എതിർത്തൊന്നും വരില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ കൂടി, വെള്ളത്തിന്റെ അളവൊക്കെ കൂടി. അപ്പോഴും ഈ ഊഷ്മാവിന്റെ പ്രശ്നം അല്ലെ താപനിലയിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് കറണ്ട് നമുക്ക് വരുന്നില്ല. ഇന്ദിരാ കട്ട്, പവർ കട്ടല്ല, ഇന്ദിരാ കട്ട്. പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് വേനലിന്റെ അങ്ങേയറ്റം നമുക്കറിയാം. കഴിഞ്ഞ ഈ ഒരു വേനൽക്കാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുൻപുള്ളതിനേക്കാൾ അല്ലെ നമ്മൾ ഈ അനുഭവിച്ചതിനേക്കാളൊക്കെ ഏറ്റവും കാഠിന്യം കൂടിയൊരു വേനൽക്കാലമായിരുന്നു. നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വെയിലടിച്ച് അല്ലെ വേനലിന്റെ ഒരു ചൂട് ഏറ്റ് മരിച്ചു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ പല അസുഖങ്ങൾ ഉണ്ടാവുന്നു, പല ഇഷ്യൂസ് വരുന്നു. വെള്ളം ഡാമിൽ പോലും മതിയായ രീതിയിലുള്ള വെള്ളമില്ലാത്ത ഒരു രീതി വരുന്നു. പവർ കട്ടിന്റെ ഒരു കാര്യം അത് എത്രത്തോളം വേണ്ടെന്ന് വെക്കാം എന്ന് ശ്രമിച്ചിട്ടും ഒട്ടും പറ്റുന്നില്ല. അതിന്റെ നിത്യോപയോഗം കൂടുന്നു എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെ അതിന്റെ ഒരു കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് പവർ കട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഇരിക്കുന്ന സമയത്ത് അവരൊരു കാര്യം അനൗൺസ് ചെയ്തപ്പോൾ എന്തൊക്കെ പുകിലായിരുന്നു അല്ലേ? നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് തന്നെ ഇവന്മാരെയൊക്കെ വിളിക്കണം. അങ്ങനെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം എന്തൊരു മെഴുകലായിരുന്നു, എന്തൊരു പ്രശ്നങ്ങളായിരുന്നു. പിണറായി വിജയൻ ഇത്രയും നാളും പവർ കട്ടില്ലാത്തൊരു കേരളത്തിനെ സമ്മാനിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ കാണിക്കുന്നത്? VD സതീശൻ അടക്കം മുന്നിലേക്ക് വന്ന് പറഞ്ഞു എന്നേ. അതായത് VD സതീശൻ ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അടക്കം മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞത് ഇതാണോ പവർ കട്ടില്ലാത്ത 10 വർഷമെന്നായിരുന്നു. എന്നാൽ ആ 10 വർഷത്തെ പറ്റി അല്ല ഇവർ പറയുന്നത്. നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷമാണ് ഇവർ വന്നിട്ട് പറയുന്നത് ഇതാണോ പവർ കട്ടില്ലാത്ത 10 വർഷം നിങ്ങൾ പറഞ്ഞ വെറും പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുകയാണെന്നൊക്കെയാണ് ചോദിച്ചത്. ഇതെല്ലാം ഇലക്ഷൻ അവർക്ക് ഒരുപാട് ഉപയോഗം ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് ഇലക്ഷന് കയറി വരാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു സ്പർദ്ധ വളർത്താനായിട്ടൊക്കെ കാരണമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ പവർ കട്ടും അങ്ങനെയുള്ള പല അനുബന്ധ വിഷയങ്ങളുമൊക്കെ. അപ്പൊ അങ്ങനെ പവർ കട്ടില്ലാത്തൊരു കേരളം നമുക്ക് സമ്മാനിച്ച പിണറായി വിജയൻ എന്ന് പറയുന്നൊരു നേതാവിനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നൊരു പാർട്ടിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇകഴ്ത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഇവർ സംസാരിക്കുകയായിരുന്നു. എന്നിട്ട് അധികാരത്തിൽ കയറിയിട്ട് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ മാസം അധികാരത്തിൽ കയറി 2ാമത്തെ മാസം 2 മാസം പിന്നിടുന്നതിന് മുൻപ് തന്നെ പണ്ട് എന്താണോ ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് അതിലേക്ക് തന്നെ ഇവർ പോവുകയാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ എന്താണോ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കി വെച്ചത് അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ കൊണ്ടുപോവുകയാണ്. മഴയൊക്കെ നല്ലപോലെ പെയ്യുന്നുണ്ടല്ലേ? വേനൽക്കാലത്തെ പോലെ അല്ല ഈ ഒരു മഴക്കാലത്തെ അവസ്ഥ. എത്ര നിങ്ങൾ മെഴുകിയാലും നമുക്ക് എല്ലാവർക്കും അറിയാം. ചോറ് തിന്ന് ജീവിക്കുകയാണ് സാറുമാരെ ഞങ്ങളിവിടെ. സതീശൻ ജി, ഞങ്ങളും ചോറ് തന്നെയാണ് തിന്നുന്നത്. നിങ്ങൾ എത്രയൊക്കെ മെഴുകിയെന്ന് പറഞ്ഞാലും ഇവിടുത്തെ അവസ്ഥയെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവും.
ബുദ്ധിയുള്ള ആളുകൾക്ക് കേട്ടോ. ബുദ്ധി ഇല്ലാത്തവന്മാർ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അടിമകളാണ്. ഓച്ചാനിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മുൻപിൽ പോയി അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് കുനിഞ്ഞു നിൽക്കുന്നവന്മാര് വിശ്വസിച്ചൊന്നും വരില്ല. അങ്ങനെയുള്ളവന്മാർ വിശ്വസിക്കാൻ വേണ്ടെന്നേ. വീഡിയോ കാണുമ്പോൾ അസഹിഷ്ണുത തോന്നുന്നുണ്ടാവാം, അത് ഞങ്ങളുടെ കുഴപ്പമല്ലടാ. നിനക്കൊക്കെ തോന്നുന്നത് നിന്റെയൊക്കെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. രണ്ടായിട്ടും മടക്കി കുത്തി മടിക്കുത്തിന് താഴെ അങ്ങ് വെച്ചിരുന്നാൽ മതി. അല്ലാതെ വന്നിട്ട് വെറുതെ ഇങ്ങനെ കമന്റ് ബോക്സിൽ മുഖമില്ലാത്ത, വ്യക്തിത്വമില്ലാത്ത, സ്വന്തമായിട്ട് തന്ത പോലും ഇല്ലാത്തവന്മാരുടെ മെഴുകലുകളൊന്നും കാണാനായിട്ട് എനിക്ക് സമയമില്ല. ഈ വീഡിയോ കാണുന്ന മറ്റുള്ള നല്ല ജനങ്ങൾക്ക് സമയമില്ല എന്നുള്ളത് എടുത്തു പറയുകയാണ്. അപ്പൊ ഈ വൈദ്യുതി നിയന്ത്രണത്തിനെ പറ്റി എന്താണ് ഇവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്തായാലും സർക്കാർ അധികാരത്തിൽ വന്ന നാളെ ഒരു മാസം തികയാനിരിക്കെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് പ്രിയ പ്രേക്ഷകരെ നമ്മളെ തേടിയെത്തുന്നത്. ഈ മാസം 30 വരെയാണ് നിയന്ത്രണമുള്ളത്. സായി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സായി, ഈ വൈദ്യുതി നിയന്ത്രണത്തിന് KSEB പറയുന്ന ന്യായം എന്താണ്? മാധു, അതായത് വൈദ്യുതി ലഭ്യതയിൽ ഉണ്ടായിട്ടുള്ള വലിയ കുറവ്, അതാണ് ഇപ്പോൾ ഈ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പെട്ടെന്നുള്ള ഒരു പ്രതിസന്ധിയിലേക്കുള്ള കാരണമായി KSEB പറയുന്നത്. അതായത് ഏകദേശം 900 മെഗാവാട്ടിന്റെ തന്നെ കുറവ് KSEBക്ക് മേൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ഒരു നിയന്ത്രണത്തിലേക്ക് KSEB എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ KSEB പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ സർക്കാരിന്റെ മുൻ സർക്കാരിന്റെ അവസാന കാലത്തെ ഈ ഒരു പ്രതിസന്ധി, വലിയ ചൂടൊക്കെ കൂടിയ സമയത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ ആളുകളാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറുകയും ചെയ്യും. പക്ഷേ KSEB അതിന്റെ യാഥാർത്ഥ്യമാണ്, അവരുടെ പ്രതിസന്ധിയുടെ ഘട്ടമാണ് ഇപ്പോൾ പറയുന്നത്. അവർക്ക് വൈദ്യുതി ലഭ്യതയിൽ വലിയ കുറവുണ്ടായി, അതോടൊപ്പം കേന്ദ്ര പൂളിൽ നിന്നടക്കം വൈദ്യുതിയിൽ കുറവുണ്ടായി എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും 900 മെഗാവാട്ടിന്റെ അടക്കം കുറവാണ് ഇപ്പോൾ വൈദ്യുതി വിതരണത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ഒരു നിയന്ത്രണത്തിലേക്ക് പോകുന്നു എന്ന് KSEB പറയുകയാണ്. ഇത് സ്ഥിരമായിട്ടുള്ള ഒരു നിയന്ത്രണമല്ല. ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി മറികടന്നാൽ ആ നിയന്ത്രണം പിൻവലിക്കുകയും ചെയ്യും. എങ്ങനെയായിരിക്കും ഇത്? അരമണിക്കൂറാണോ? എങ്ങനെയാണ് ആ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ KSEB പറയുന്നില്ല. ഇപ്പോൾ പലയിടത്തു നിന്നും പരാതികളായി അപ്രഖ്യാപിത പവർ കട്ട് പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന പരാതി വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ മഴക്കുറവ് ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായിട്ടുണ്ട്. പവർ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വൈദ്യുതിയിൽ കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ KSEB പറയുന്നത്. അതുകൊണ്ട് ഒരു നിയന്ത്രണത്തിലേക്ക് വൈകിട്ട് 6 മുതൽ 12 വരെയുള്ള സമയങ്ങളിൽ KSEB പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ KSEB പറയുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വലിയ രീതിയിൽ മെഴുകിയ ആളുകൾ ഇന്ന് ഭരണപക്ഷത്തിരിക്കുമ്പോൾ വേറെ രീതിയിൽ മെഴുകുന്നു. അപ്പൊ അതിന് ചോദിക്കുമ്പോൾ അവർക്ക് അതിനും തരാനൊരു ഉത്തരമുണ്ട് കേട്ടോ. ഉത്തരമില്ലാത്ത ആളുകളല്ല കോൺഗ്രസ്. എന്തായാലും കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇവർ പറയും, അത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞതല്ലേ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും ഈ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ബാധകമല്ല. കാരണം ഞങ്ങൾ അന്ന് പ്രതിപക്ഷത്തിലുള്ള ആളുകളല്ലേ, ഇന്ന് ഞങ്ങൾ ഭരണപക്ഷത്തിലുള്ള ആളുകളല്ലേ. അപ്പൊ ഞങ്ങൾ പറയുന്നതിലും ചെയ്യുന്നതിലുമൊക്കെ 2 വ്യത്യാസങ്ങൾ കാണും. ഞങ്ങളുടെ നമ്മളത് പറയുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായെന്ന് വരില്ല. അപ്പോൾ ഇതേ കാര്യം തന്നെ നമ്മുടെ ബിഗ് TV എന്ന് പറയുന്നൊരു ചാനല് പങ്കുവെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. ജൂൺ 30 വരെ വൈകുന്നേരം 6 മണിക്കും 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB അറിയിക്കുന്നു. ജൂൺ 9 മുതൽ 12 വരെ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നും വകുപ്പ് അറിയിച്ചു. ടിൻഡു ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. ടിൻഡു, എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ? കാരണം ഇപ്പോൾ കാലവർഷം സജീവമായി കിട്ടി, അതുകൊണ്ട് ജലാശയങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇനി വൈദ്യുതി നിയന്ത്രണം ആവശ്യമില്ലെന്ന് പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അറ്റ വേനൽക്കാലം കഴിഞ്ഞല്ലോ. അപ്പൊ എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നങ്ങളാണോ? എന്താണ് KSEB പറയുന്നത്? ഇത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ല മേഡം. ഇത് ഇവരുടെയൊക്കെ ഒരു കണക്ക് കൂട്ടലിന്റെയും ഇവർ കാണിക്കുന്ന വെറും വൃത്തികേടുകളുടെയും ഒക്കെ ഒരു പ്രതീകമാണ്. പിണറായി വിജയൻ ഇരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്, പിണറായി വിജയൻ കാരണമാണ് ഇതുപോലെ വെള്ളമില്ലാത്തതെന്ന് വരെ പറഞ്ഞ ടീംസാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ആ രീതിയിൽ എടുക്കാൻ പോകുന്നുള്ളൂ. അനുഭവിക്കുക തന്നെ. കഴിഞ്ഞ ദിവസം ലീഗിന്റെ ഒരു നേതാവ് എന്ന് പറയുന്ന KM ഷാജി എന്ന് പറയുന്ന ഒരാൾ പറയുകയുണ്ട് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി, അല്ലെ വിദ്യാഭ്യാസ മേഖല തകർന്നു പോകുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വിചിത്രമായിട്ടുള്ളൊരു മറുപടി. അനുഭവിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് എനിക്ക് പറയാനുള്ളതും അക്സെപ്റ്റ് ചെയ്യുന്നേ. ഇതിപ്പോൾ നിങ്ങൾക്ക് ശീലമല്ലാത്തൊരു കാര്യമായതുകൊണ്ടായിരിക്കും ഇത്രയും ബുദ്ധിമുട്ടുകളും ഇത്രയും പ്രതിഷേധങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയരുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്ന സർക്കാർ ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് വെറും ഒരു നമ്മളാരും ചിന്തിക്കുന്ന പോലും ഇല്ലാത്ത ഒരു അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരു അതിഥിയെ പോലെ മാറിയിരുന്നു.
വരാതിഥി എന്നും പറയാൻ പറ്റില്ല, ഒരിക്കലും വരാത്ത ഒരു ഇതിഹാസം എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. ആ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്തിരുന്നു. എന്നാൽ ആ 10 വർഷത്തിന് ശേഷം ഈ ലോഡ് ഷെഡിങ് വരുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇങ്ങനെ ഒരു സാധനമേ നമ്മൾക്ക് കേൾക്കാൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒന്നും ചെവികളിലോ നമ്മുടെ ഒന്നും ഓർമ്മകളിൽ പോലും ഈ ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ പവർ കട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഒന്നും അല്ല കേട്ടോ. നമ്മളത് പറയുമ്പോൾ തെറ്റുണ്ട്, അങ്ങനെയല്ല അതിനെ പറയേണ്ടത്. അത് ഈ ഇന്ദിരാ കട്ടാണ്. ഇന്ദിരാ കട്ട് എന്ന് പറയുമ്പം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ കൂടി വരുന്ന പല കാര്യങ്ങളിലും വരുന്ന ചെറിയ കട്ടുകളാണ്. ആ കട്ടുകളൊക്കെ നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ദിവസങ്ങളിലല്ലേ, ഒരു മാസത്തെ ഒരു ബുദ്ധിമുട്ടേ കാണുള്ളൂ. പിന്നീട് അങ്ങോട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് പൊക്കോളും. എങ്കിൽ ശീലമായിക്കോളൂ എന്നേ, ശീലമാക്കണം. അതാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രത്യേകതരമായിട്ടുള്ള കഴിവ്. ആ കഴിവ് കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ നാട്ടിലെ നല്ല ജനങ്ങൾക്ക് എപ്പോഴും കഴിയുന്നേ. ആ ജനങ്ങൾ എന്നും നല്ല നന്ദിയുള്ളവരും നല്ല നെറിയുള്ളവരും നല്ല വിവേകമുള്ളവരും പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങളല്ലേ. ഇതെല്ലാം ഒരു കൂടപ്പിറപ്പ് പോലെ തന്നെ കാണും. എന്തായാലും ചിരിച്ചാ പോരെ, കറണ്ടില്ല എന്താ പ്രശ്നമെന്ന്. നമ്മുടെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു മാധ്യമത്തിന് മുന്നേ വന്നിരുന്ന് ചിരിച്ചു കഴിഞ്ഞ് സ്വന്തം തന്തയ്ക്ക് വിളിച്ചാൽ പോലും ഒരു കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകരും നമ്മുടെ നാട്ടിലെ ഈ നന്ദികെട്ട ജനങ്ങളും ഉണ്ടല്ലോ, ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു ചിരി മതി, ചിരി കണ്ടാൽ മൊഴി കണ്ടാൽ അത് മതി എന്ന് പറയുന്നത് പോലെ നീണ്ടൊരു ചിരി. ആ ചിരിയിൽ വീണു പോകും, ആരും മയങ്ങിപ്പോകും എന്നൊക്കെ പറയുന്നത് പോലെ. എന്തൊരവസ്ഥയാണല്ലേ. അനുഭവിക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിൽ ചെയ്യാനായിട്ട്.